വാഴക്കൊലയെക്കുറിച്ച് പറയാനല്ല കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വാഴക്കൊല ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് ഒന്ന് എടുത്തു എന്ന് മാത്രം. എന്നാൽ വാഴ വിത്തിനെ കുറിച്ച് പറയാനാണ്. ഇത് കണ്ടോ, ഇതുപോലത്തെ വിത്ത് എടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. വാഴ വിത്ത് കൊണ്ട് കറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? എന്നാ രസമാണെന്നറിയോ? ഇതിൻ്റെ ചെറുവിത്ത് വേണം എടുക്കാൻ. കുല വെട്ടിയതിൻ്റെ മൂട്ടിൽ നിന്ന് കിളുത്ത് വരുന്ന ഇതുപോലത്തെ ഈ വെള്ള കളർ കണ്ടോ, ഇതേപോലത്തെ ചെറിയ വിത്ത് എടുത്തിട്ട് അത് കറി വെക്കാം. എന്നാ രുചിയാണെന്നറിയോ? ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഇവനെ ഇങ്ങനെ ചെത്തിയെടുത്ത് ഇതുണ്ടോ, ഈ കാണിക്കുന്ന പോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം. എന്നാ രസമാണെന്നറിയോ? കണ്ടോ, ഇതുപോലെ ഇരിക്കുന്ന വിത്തെടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ലേശം മുറിച്ച് കളയുക. ഒരു ലേശം കൂടെ അങ്ങോട്ട് പോട്ടെ, കുറച്ചുകൂടെ കട്ട് ചെയ്യുക. ഇത്രയും മതി. ഇതുപോലത്തെ ഒരു 2 or 3 ചെറിയ വിത്ത് മതി ഒരു വീട്ടിലേക്ക് ഒരു 4-5 അംഗങ്ങൾക്കുള്ള കറിയാവും. ഈ വാഴക്കൊല വെട്ടിയതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ കിളുത്ത് വരുന്ന വിത്താണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലത്തെ ചെറിയ വിത്ത് പൊട്ടിമുളച്ച് വരും. ഇതിപ്പം വാഴ വിത്ത് പിരിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ തട ഇങ്ങനെ പെടന്ന് കിടക്കാമെന്ന് കൂട്ടിക്കോ. അതേന്ന് പൊട്ടിക്കിളുത്ത് വരുന്ന വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ വിത്ത് എടുത്താലും മതി. ആ വിത്താണ് ഏറ്റവും സൂപ്പർ. നമ്മൾ വാഴവിത്ത് നടാൻ വേണ്ടിയിട്ടെല്ലാം പിരിച്ചതിൻ്റെ ശേഷം തടയിൽ നിന്ന് പൊട്ടിമുളച്ച് വരുന്ന വിത്ത്, അതാണ് സൂപ്പർ. ഇതുപോലത്തെ ഇങ്ങനെ മുറിച്ചെടുത്തോളുക. ഇങ്ങനെ ചുറ്റും വൃത്തിയാക്കുക. ഇങ്ങനെ തലയും മുറിക്കുക, അവിടെ വെച്ചങ്ങ് മുറിക്കുക. ഇത് അത്രയും മതിയാവും. ഇങ്ങനെ ഒരുക്കിയെടുക്കുക. പക്ഷേ വാഴത്തടയിൽ നിന്ന് നമ്മൾ കൊലയെല്ലാം കൊത്തിയതിൻ്റെ ശേഷം പിന്നെ ഇതിൻ്റെ മൂട്ടിൽ നിന്ന് കിളുത്ത് വരുന്ന ആ വിത്ത് ഇതിലും നല്ല കിളുന്നായിരിക്കും. അത് നല്ല സൂപ്പർ സാധനമായിരിക്കും. ഇതിന് നല്ല വലിപ്പം ഉണ്ടാവും. ഇതുപോലത്തെ വാഴച്ചുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാഴച്ചുണ്ടൊന്നും ഇതിൻ്റെ അടുത്തെത്തൂല. ഇതുണ്ടോ, ഇതുപോലത്തെ ഇതൊക്കെ ഇങ്ങനെ കിള്ളി അങ്ങ് പൊട്ടിച്ചാൽ മതി. ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ തോരൻ വെക്കാൻ, അരിഞ്ഞിട്ട് തോരൻ വെക്കാൻ പറ്റുന്ന സാധനം. ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ വരുന്ന വിത്താണ് നമ്മൾ കൂടുതലും എടുക്കേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സാധനം അതാണ്. കുറച്ചുകൂടെ നീളത്തിലിങ്ങനെ ഉയരത്തിലോട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങോട്ട് വരും. കുറച്ചുകൂടെ നീളത്തിൽ ഇതുപോലെ ഇങ്ങനെ മുളച്ച് ഒരു ചാൺ ഉയരത്തിലേക്ക് അങ്ങ് നിൽക്കുന്ന ആ വിത്ത് എടുക്കുകയാണ് ഏറ്റവും നല്ലതായിരിക്കും. ഇതുപോലത്തെ നിൽക്കുന്ന വാഴയുടെ അല്ല നമ്മൾ എടുക്കേണ്ടത്. വാഴക്കൊല വെട്ടിയതിൻ്റെ ശേഷം പിന്നീട് കിളുത്ത് വരുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാണ് ഈ വാഴയുടെ പിണ്ടി കറി വെക്കും സാധാരണ ആളുകൾ. ഇത് പയറൊക്കെ ഇട്ട് കറി വെക്കും, തോരൻ വെക്കാം. ഇതുണ്ടോ, ഇതുപോലെ പിണ്ടി എടുത്തിട്ട് പിണ്ടിയും കറി വെക്കാം. വാഴയുടെ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാഴക്കൊല, അതിൻ്റെ ചുണ്ട്, ഇപ്പം വിത്ത്, പിന്നെ പിണ്ടി, ഇങ്ങനെ മിക്ക സാധനവും കറിയാക്കാൻ പറ്റുന്ന സാധനമാണ്. ആ ചെറിയ വിത്ത് അരിയുന്നതായി കാണുന്നത് കണ്ടോ? ഇതിങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ ചോടും തല ഇങ്ങനെ കൊത്തി അരിയുക. ഇതുപോലെ അരിഞ്ഞെടുക്കുക. തോരന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചേർക്കുമോ അതെല്ലാം ഇതിന് ചേർക്കുക. എന്നിട്ട് തോരനാക്കി ഇങ്ങോട്ട് എടുക്കുക. എന്നാ അടിപൊളിയാണെന്നറിയോ? ഇതിപ്പം ഞങ്ങളിപ്പോൾ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇന്ന് ഉച്ചക്കത്തെ കറി ഇതാ ആയിക്കഴിഞ്ഞു. ഇതിനെ കൂട്ടിയാണ് ചോറുണ്ണുന്നത്. സൂപ്പർ സാധനമാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ എല്ലാവരും. നേന്ത്രവാഴയുടെ ചെറുവിത്ത് ഉപയോഗിച്ചിട്ടുള്ള തോരൻ കറി, അതായിരുന്നു ഇന്ന് നമ്മളുടെ വിഷയം. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കിയല്ലോ അല്ലേ? ഞാനിപ്പോൾ വീഡിയോ നിർത്തുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബായ്.